വർഷം മലബാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും 4ാം സ്ഥാനം നേടുകയും ചെയ്ത ക്യാമ്പിൽ നിന്നും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നു. ഈ മത്സരത്തെ സംബന്ധിച്ച് ക്യാമ്പിൽ ഡ്രൈവ് ചെയ്ത് താഴെ പുഴയിൽ കാണുന്ന 8 ഗേറ്റുകൾ നമുക്ക് കാണാം. കയറിൽ തൂങ്ങിക്കിടക്കുന്ന ചുമപ്പും പച്ചയും നിറമുള്ള ഗേറ്റുകൾ, അതിന് കയാക്കിംഗ് ഗേറ്റ് എന്നാണ് പറയുന്നത്. ഈ ഗേറ്റിൽ ചുമന്ന ഗേറ്റിന് അതിലെ ആരോ അനുസരിച്ച്, അതിൽ ഇങ്ങനെ ആരോ മാർക്കുണ്ട്, അതനുസരിച്ച് വലം വെച്ച് ചുമപ്പ് ഗേറ്റിന് അപ്സ്ട്രീം ഗേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒഴുക്കിനെതിരെ തിരിഞ്ഞ് വന്ന് വീണ്ടും പച്ച ഗേറ്റിന്റെ ആരോ മാർക്കുള്ള വശത്തുകൂടി കടന്നു പോകണം. വീണ്ടും ചുവന്ന ഗേറ്റ് വരും. ആ പച്ച ഗേറ്റിനെയും ചുവന്ന ഗേറ്റിനെയും അതിലെ ആരോ മാർക്ക് അനുസരിച്ചുള്ള വശത്തോടെയാണ് പോകേണ്ടത്. അങ്ങനെ ഏറ്റവും ആദ്യം എത്തുന്ന വ്യക്തിയുടെ സമയമാണ് കൊടുക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഗേറ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ ഗേറ്റ് ഒഴിവാക്കിയിരിക്കുന്നെങ്കിൽ അവർക്ക് ഫോൾട്ട് പോയിന്റ് കുറവ് വരും. ഒന്നിലധികം ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഏറ്റവും കുറവ് ഫോൾട്ടുള്ള ആളാണ് വിജയിക്കുക. അവരുടെ സമയത്തിന്റെ കൂടെ അവർ 2 മിനിറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഓരോ അവരുടെ സമയം കൂടുതലായിട്ട് രേഖപ്പെടുത്തും. അങ്ങനെ ഏറ്റവും മികച്ച സമയം എത്തുന്ന കയാക്കറായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കയാക്കിംഗ് കണ്ട് ആസ്വദിക്കാനെത്തിയിരിക്കുന്ന ഇവിടെ എത്തിച്ചേർക്കുവാൻ പ്രേമികളെയും ഈ മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. ഓരോ കയറ്റത്തിൽ നിന്ന് പോകുക. ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ക്വാളിഫൈ കയറ്റന്മാരിൽ 4 പേര് വീതം ഈ റാമ്പിൽ നിന്ന് ടൈം ചെയ്യുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയ്ക്ക് സുഖമേകുന്ന ഒരു ടൈമിംഗ് ആയിരിക്കും അത്. 4 പേര് വീതം വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും 4 പേര് വീതം സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ നടക്കും. ഇപ്പോൾ ഓരോ കയറ്റന്മാരാണ് റാമ്പിൽ നിന്ന് പോകുന്നത്.